നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. UDF-ൽ വെടിമുഴക്കം. പാർട്ടിയിലും UDF-ലും കൂട്ടക്കുഴപ്പത്തിന് തിരികൊളുത്തി PC ജോർജ്. രാജിക്കത്തുമായി ജോർജ് രാവിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ. രാജി സ്വീകരിക്കാതെ മുഖ്യന്റെ അനുനയം. തന്റെ കാര്യത്തിൽ UDF തീരുമാനം വരെ ചീഫ് വിപ്പായി തുടരുമെന്ന് ജോർജ്. മുന്നണി വിടില്ല, നിയമസഭയിൽ പ്രത്യേക പാർട്ടിയായി ഇരിക്കും. തെറ്റു ചെയ്യാത്തിടത്തോളം താൻ എന്തിനു രാജിവെക്കണമെന്ന് മുഖ്യനോട് ജോർജിന്റെ ചോദ്യം. രാജിവെക്കണമെങ്കിൽ പൂഞ്ഞാറിലുള്ളവർ പറയണം. തിരഞ്ഞെടുപ്പിനും തയ്യാർ. തൽക്കാലം മാണിയെ വിമർശിക്കാനില്ല. മാണിക്ക് മാത്രമാണ് തന്നോട് എതിർപ്പെന്നും PJ ജോസഫോ മറ്റ് MLA-മാരോ തന്നെ നീക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ജോർജ്. അനുനയത്തിന്റെ അവസാന രംഗം. കലങ്ങിമറിഞ്ഞ UDF. ജോർജ് വിഷയത്തിൽ തിരക്കിട്ട മുന്നണി യോഗം. കൂടിയാലോചനകളുടെ തിരക്കിൽ മുഖ്യമന്ത്രി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന കേരള കോൺഗ്രസ് തീരുമാനം ഇന്നലെ മാണിയുടെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ. തന്നെ യോഗത്തിന് ക്ഷണിക്കാഞ്ഞത് മര്യാദകേടെന്ന് ജോർജ്. പാർട്ടിയുടെ തീരുമാനം KM മാണിയും PJ ജോസഫും ചേർന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് ഇന്നലെ വൈകിട്ട്. സഹിക്കാവുന്നതിന് പരിധിയുണ്ടെന്ന് മാണി. ജോർജിന്റെ രാജിക്കത്ത് മുഖ്യമന്ത്രി സ്വീകരിക്കാത്തതിൽ നീരസവുമായി മാണി. ഇരു കൂട്ടരെയും തണുപ്പിക്കാൻ അനുരഞ്ജന ശ്രമവുമായി മുന്നണി നേതാക്കൾ. അഗ്നിമേഘങ്ങളിൽ ആശങ്ക പുകയുന്നു. യമനിൽ ഗൾഫ് വ്യോമാക്രമണം രൂക്ഷം. സൗദി അറേബ്യ നേതൃത്വം നൽകുന്ന ബോംബാക്രമണത്തിൽ ഗ്രാമങ്ങൾ തരിപ്പണം. വിമത സായുധ ഹൂതി പോരാളികൾ ശക്തമായ ചെറുത്തുനിൽപ്പിൽ. യമനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. വിമാനത്താവളങ്ങൾ അടച്ചിട്ട യമനിൽ നിന്ന് ഇന്ത്യക്കാരെ അയൽരാജ്യമായ ജിബൂത്തിയയിലേക്ക് എത്തിക്കുക കപ്പൽ മാർഗം. സൗദിയിലും 6 വിമാനത്താവളങ്ങൾ അടച്ചു. സൗദിക്ക് പുറമെ യുദ്ധത്തിൽ സഹകരിക്കുന്നത് കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE രാഷ്ട്രങ്ങൾ. യമനിലേത് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കം. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ യുദ്ധ തീരുമാനം യമൻ പ്രസിഡന്റിന്റെ സഹായ അഭ്യർത്ഥനയെ തുടർന്ന്. യുദ്ധ പ്രതിസന്ധിയിൽ എണ്ണവിലയ്ക്ക് കുതിപ്പ്. ദുരന്തത്തിലേക്ക് പായിച്ച ആകാശയാനം. ഫ്രാൻസിലെ വിമാന ദുരന്തത്തിന് പിന്നിൽ കോ പൈലറ്റ് എന്ന ഫ്രഞ്ച് പോലീസ് റിപ്പോർട്ടിനെതിരെ ജർമ്മൻ പ്രതിഷേധം. ജർമ്മൻ വിമാനം കോ പൈലറ്റ് ആൽപ്സ് പർവ്വതനിരയിൽ മനഃപൂർവ്വം ഇടിച്ചിറക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തൽ. 150 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം സംഭവിച്ചത് ചൊവ്വാഴ്ച. ലുഫ്താൻസയുടെ എയർബസ് 320 വിമാനം തകർന്നു വീണത് ആൽപ്സ് പർവ്വതത്തിലെ ദുർഘട മേഖലയിൽ. മൃതദേഹങ്ങൾക്കായി ഇപ്പോഴും തിരച്ചിൽ. പൈലറ്റിനെ കോക്പിറ്റിന് പുറത്താക്കി വിമാനം കുത്തനെ താഴേക്ക് പറത്തിയത് സഹ പൈലറ്റ് ആൻഡ്രിയാസ് ലുബിറ്റ്സ്. അപകട രഹസ്യം വെളിപ്പെട്ടത് ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ. ഫ്രഞ്ച് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഞെട്ടിച്ചുവെന്ന് ജർമ്മനിയും ലുഫ്താൻസ കമ്പനിയും. കോ പൈലറ്റിന് ഭീകരബന്ധമുള്ളതായി അറിവില്ലെന്നും ജർമ്മനി. അന്വേഷണം തുടരുന്നു. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.